Welcome to XY's Malayali's channel. Don't forget to subscribe. കേരളത്തിൽ നിന്നും നല്ലൊരു ശതമാനം ആളുകൾ പല രാജ്യങ്ങളിലായി വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും ഒരു നിശ്ചിത ശതമാനം പേർ പല കാരണങ്ങളെ കൊണ്ട് മടങ്ങി വരാറുണ്ട്. മടങ്ങി വരുന്നവർക്ക് നാട്ടിൽ വന്നതിനുശേഷം ഒരു തൊഴിൽ കണ്ടുപിടിക്കുന്നതിനു വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതിനു പരിഹാരമായി കേരള സർക്കാർ നടപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് പ്രവാസികൾക്കായി സർക്കാർ സഹായത്തോടെ ശമ്പളം. പദ്ധതിയുടെ പേര് നീം. പ്രവാസ ജീവിതം അനുഭവിച്ച ഒരുപാട് പേർക്ക് ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു സ്ഥിരയുള്ള തൊഴിൽ നേടുന്നതാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായി കേരള സർക്കാർ നോർക്ക റൂട്ട്സിന്റെ കീഴിൽ ഒരു പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് നീം നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് പദ്ധതി. ഈ പദ്ധതിയിലൂടെ പ്രവാസികൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തൊഴിലുടമകൾക്കും സർക്കാർ ധനസഹായം നൽകുന്നു. നീം പദ്ധതി എന്താണെന്ന് നോക്കാം. നീം പദ്ധതി പ്രവാസികളായ തൊഴിലാർത്ഥികൾക്കും തൊഴിൽദാതാക്കൾക്കും ഗുണകരമായ ഒരു സംരംഭമാണ്. ഇതിലൂടെ കേരളത്തിലേക്ക് തിരികെയെത്തിയ പ്രവാസികൾക്ക് തങ്ങളുടെ പരിചയസമ്പത്തും കഴിവുകളും ഉപയോഗപ്പെടുത്തി അവർക്കു ചെയ്യാൻ പറ്റാവുന്ന ജോലികൾക്ക് അവസരം കണ്ടെത്തുകയും ആ ജോലികൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ഉദ്ദേശം. തൊഴിൽ കൊടുക്കുന്നവർക്ക് സർക്കാർ ഒരു നിശ്ചിത സംഖ്യ സഹായം നൽകുന്നു. ഈ തുകയും കൂട്ടിച്ചേർത്ത് ഒരു തൊഴിലാളിക്കു ജീവിക്കാൻ ആവശ്യമായ ശമ്പളം തൊഴിലാളിക്ക് നൽകാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. നീം പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: തൊഴിൽദാതാക്കൾക്ക് സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാക്കുന്നു. തൊഴിൽ ദാതാവ് നിയമിച്ച പ്രവാസി തൊഴിലാളിക്ക് വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾക്കായി പ്രതിദിനം ഒരു തൊഴിലാളിക്ക് 400 രൂപ വരെ ശമ്പള സഹായം നൽകും. ഒരു സ്ഥാപനത്തിലെ പരമാവധി 50 തൊഴിലാളികൾക്കു വരെ ഈ ആനുകൂല്യം ലഭിക്കും. ഏതെല്ലാം സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, EPF രജിസ്ട്രേഷൻ ഉള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ. പ്രാഥമികമായി പരിഗണിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഓട്ടോമൊബൈലും അതിനോട് അനുബന്ധ മേഖലകൾ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും, ഹോട്ടൽ വ്യവസായം, ടൂറിസവും ടൂറിസത്തോട് ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലകളും. ഈ പദ്ധതിയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രവാസികൾക്ക് ജോലിയും വരുമാനവും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും സുരക്ഷിതവും സ്ഥിരയുള്ളതുമായ ജോലി ലഭിക്കുന്നതിനു സഹായിക്കും. തൊഴിൽദാതാക്കൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്ന വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഈ ആനുകൂല്യം അവർക്കു അവരുടെ സംരംഭം സുഗമമായി നടത്തിക്കൊണ്ടു പോകുവാൻ ഊർജം നൽകുന്നു. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നു. അതോടുകൂടി കേരളത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂടാതെ പ്രവാസികൾക്കായി മികച്ച ജീവിതനിലവാരം ഉറപ്പാക്കുവാൻ സാധിക്കുന്നു. വിദേശത്തു നിന്നു തിരിച്ചെത്തിയവർക്ക് അവരുടെ താൽപര്യം പോലെ അനുയോജ്യമായ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. നീം പദ്ധതിയിൽ എങ്ങനെ പങ്കെടുക്കാം? പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിലുള്ള നീം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഫോറം കൃത്യമായി പൂരിപ്പിക്കുക. അവരവരുടെ തൊഴിൽ പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ശരിയായി രേഖപ്പെടുത്തുക. എന്താണ് തൊഴിൽ ദാതാക്കൾ ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. തങ്ങളുടെ സ്ഥാപനങ്ങൾ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. തൊഴിൽ ആവശ്യമുള്ള മേഖല, തൊഴിലാളികളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ നൽകുക. സർക്കാരിന്റെ ശമ്പള സഹായം, വേജ് കോമ്പൻസേഷൻ പ്രയോജനപ്പെടുത്തുക. നീം പദ്ധതി പ്രവാസികൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും വീണ്ടും പുതിയ പ്രതീക്ഷകൾ നൽകുന്നതിനും ഉതകുന്ന ഒരു പദ്ധതിയാണ്. വിദേശത്തു കഴിയുമ്പോൾ നേടിയ തൊഴിൽ പരിചയം കേരളത്തിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് അവസരം ലഭിക്കുന്നു. കൂടാതെ തൊഴിലുടമകൾക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനവും ലഭിക്കുന്നു. പ്രവാസികളെ, നിങ്ങൾക്ക് വീണ്ടും നാട്ടിൽ സ്ഥിരയുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ നോർക്ക നീം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. Thank you for watching.